ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഈ ദശകത്തിൽ ഒരു ശ്ലോകം കൂടിയുണ്ട്, നമുക്കതും കൂടി പഠിക്കാം. ശ്രീമന് നാരായണീയം ദശകം 80 സ്യമന്തകോപാഖ്യാനം ശ്ലോകം 11. യാതം ഭയേന കൃതവർമ്മയുതം പുനസ്തമാഹൂയ തദ്വിനിഹിതഞ്ച മണിം പ്രകാശ്യ തത്രൈവ സുവ്രതധരേ വിനിധായ തുഷ്യൻ ഭാമാകുജാന്തരശയ പവനേശപായ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. യാതം ഭയേന കൃതവർമ്മ യുതം പുനസ്തം ആഹൂയ തത് വിനിഹിതം ച മണിം പ്രകാശ്യ തത്രൈവ സുവ്രതധരേ വിനിധായ തുഷ്യൻ ഭാമ കുജാന്ത ശയന പവനേശ പായ. അർത്ഥം: ഭയേന ഭയം കൊണ്ട്, കൃതവർമ്മയുതം കൃതവർമാവിനോടു കൂടി, യാതം പോയവനായ, തം ആ അക്രൂരനെ, പുനഃ പിന്നീട്, ആഹൂയ വിളിച്ചു വരുത്തി, തദ്വിനിഹിതം അവനെ ഏൽപ്പിച്ചിരുന്ന, മണിം സ്യമന്തകം, പ്രകാശ്യ ച എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട്, തത്ര ഏവ അവിടെ തന്നെ, സുവ്രതധരേ നല്ല വ്രതനിഷ്ഠയോടു കൂടിയ അക്രൂരനിൽ തന്നെ, വിനിധായ വെച്ചിട്ട് അല്ലെങ്കിൽ ഏൽപ്പിച്ചിട്ട്, തുഷ്യൻ സന്തുഷ്ടനായി തീർന്ന, ഭാമാകുജാന്തരശയ ഭാമയൊന്നിച്ച് സുഖമായി കഴിഞ്ഞ, പവനേശ ഗുരുവായൂരപ്പ, പായ അങ്ങ് എന്നെ രക്ഷിച്ചാലും. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. യാതം ഭയേന, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. കൃതവർമ്മയുതം, പുനഃ തം ആഹൂയ ചേർത്തിട്ടാണ്, പുനസ്തമാഹൂയ, തദ് വിനിഹിതഞ്ച, തദ് വിനിഹിതം ച ചേർത്തിട്ട്, തദ്വിനിഹിതഞ്ച, ഞ്ച എന്നുള്ള അക്ഷരം ഞാ ച എന്നാണ്. മണിം പ്രകാശ്യ തത്ര ഏവ, തത്രൈവ, സുവ്രതധരേ, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. വിനിധായ, ധ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. തുഷ്യൻ, ഭാമാകുജാന്തരശയ അവിടെ വിസർഗം, ഭാമ എന്നുള്ളതിന് ഭാന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. പവനേശ പായ അവിടെ ലാസ്റ്റിൽ നീട്ടിയിട്ട് വിസർഗം. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.